വേമ്പനാട് കായലിനെ പ്ലാസ്റ്റിക് മുക്തമാക്കുകയും അതിന്റെ ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതിനായി 1700 കോടി രൂപയുടെ സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടം മുന്നൊരുക്കം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വ്യക്തമാക്കി. കായൽ സംരക്ഷണം ഇനി സാധാരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നതല്ല. പരിസ്ഥിതി, മത്സ്യസമ്പത്ത്, ജലഗുണമേന്മ, നാട്ടുകാരുടെ ആരോഗ്യ സുരക്ഷ എന്നിവയെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ദീർഘകാല ഇടപെടലായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഫിഷറീസ്, കൃഷി, ഇറിഗേഷൻ വകുപ്പുകൾ ചേർന്ന് തയ്യാറാക്കിയ 702 കോടി രൂപയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടുകൾ സർക്കാർ സജീവ പരിഗണനയിലാണ്. കൂടാതെ ഏകദേശം 1000 കോടി രൂപ ചെലവഴിക്കേണ്ടി വരുന്ന അധിക പദ്ധതികളും ഉടൻ സമർപ്പിക്കും. ജലസ്രോതസ്സുകളുടെ ശാസ്ത്രീയ പുനഃക്രമീകരണം, ചെളി നിക്ഷേപം നിയന്ത്രിക്കൽ, തീരസംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയവ ഈ പദ്ധതികളുടെ ഭാഗമാകും. തണ്ണീർമുക്കം ബോട്ട് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് മുക്ത മെഗാ ക്യാമ്പയിൻ 2ാം ഘട്ടത്തിന് തുടക്കമിട്ടു. മാലിന്യ ശേഖരണത്തിന് സജ്ജമാക്കിയ പ്രത്യേക വള്ളത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കളക്ടർ നിർവഹിച്ചു. കായലിനോട് ചേർന്ന 28 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നിന്നായി ഇതിനകം 28 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു. 2ാം ഘട്ടത്തിൽ കൂടുതൽ ശാസ്ത്രീയ രീതികൾ, മാലിന്യ വേർതിരിക്കൽ, പുനരുപയോഗ സൗകര്യങ്ങൾ, ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവ നടപ്പിലാക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാലക്രമേണ മൈക്രോ പ്ലാസ്റ്റിക്കുകളായി വിഘടിച്ച് മത്സ്യങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് വഴിവെക്കാമെന്ന ആശങ്കയും ഉയരുന്നു. അതിനാൽ കായൽ ശുദ്ധീകരണം പരിസ്ഥിതി സംരക്ഷണത്തിനപ്പുറം പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെയും ഭാഗമാണെന്ന് കളക്ടർ വ്യക്തമാക്കി. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം കോർപ്പറേറ്റ് മേഖലയെയും ജനങ്ങളെയും കൂട്ടുപിടിക്കുന്ന രീതിയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഏകദേശം 38 കോർപ്പറേറ്റുകൾ CSR ഫണ്ടിലൂടെ ഈ ദൌത്യത്തിൽ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. മാലിന്യ ശേഖരണത്തിനുള്ള ബോട്ടുകൾ, സാങ്കേതിക ഉപകരണങ്ങൾ, ശാസ്ത്രീയ പരിശോധനാ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഈ ഫണ്ടുകൾ വിനിയോഗിക്കും. കായലിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ പ്രതിഫലം നൽകുന്ന പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളെയും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും സജീവമായി പങ്കാളികളാക്കും. ഇതുവഴി ഉപജീവനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രചോദനം നൽകാനാണ് ലക്ഷ്യം. മത്സ്യം, കക്ക തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവരും ക്യാമ്പയിന്റെ ഭാഗമാകും. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ മാർച്ച് 2 മുതൽ 31 വരെ നടക്കും. പൈലറ്റ് പദ്ധതിയായി തണ്ണീർമുക്കം, മൊഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, രാമങ്കരി എന്നീ 5 പഞ്ചായത്തുകളിലും ആലപ്പുഴ നഗരസഭാ പരിധിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഇവിടങ്ങളിലെ അനുഭവപാഠങ്ങൾ അടിസ്ഥാനമാക്കി തുടർഘട്ടങ്ങൾ വ്യാപിപ്പിക്കും. കായലിലെ ജലഗുണമേന്മ നിരീക്ഷിക്കുന്ന സ്ഥിരം ലാബ് സംവിധാനം, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ടൂറിസം മേഖലയുമായി സഹകരിച്ച് ഗ്രീൻ ബാക്ക് വാട്ടേഴ്സ് മാതൃക, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കൃത്രിമ വാസസ്ഥലങ്ങൾ, കായൽ തീരങ്ങളിൽ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ. വേമ്പനാട് കായൽ കേരളത്തിന്റെ പരിസ്ഥിതി സാമ്പത്തിക സമ്പത്ത് മാത്രമല്ല, ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതാധാരവുമാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് ഒരു വകുപ്പിന്റെ മാത്രം ബാധ്യതയല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. സമഗ്രമായി ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കുകയാണെങ്കിൽ വേമ്പനാട് കായൽ വീണ്ടും പ്രകൃതി സൗന്ദര്യവും ജൈവസമൃദ്ധിയും വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.